O കേന്ദ്രമായ ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ത്രികോണം നിർമ്മിച്ചിരിക്കുന്നു. ത്രികോണം ABC എന്നിരിക്കട്ടെ. ഇനി ആദ്യ വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ 2 മടങ്ങാകുന്ന രീതിയിൽ O കേന്ദ്രമാകുന്ന മറ്റൊരു വൃത്തം വരയ്ക്കുന്നു. ഇനി ഓയും ആദ്യ ത്രികോണത്തിൻ്റെ A എന്ന മൂലയും യോജിപ്പിക്കുന്ന രീതിയിൽ ഒരു വര പുറത്തുള്ള വൃത്തത്തിലേക്ക് നീട്ടി വരച്ച് അത് പിയിൽ കൂട്ടിമുട്ടിക്കുന്നു. ഇതുപോലെ തന്നെ OB നീട്ടി പുറമേയുള്ള വൃത്തത്തിലെ ക്യൂവിലേക്കും കൂട്ടിമുട്ടിക്കുന്നു. അതുപോലെ OC എന്ന വശം നീട്ടി അത് ആറിലേക്കും കൂട്ടിമുട്ടിക്കുന്നു. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന PQR എന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് PQR എന്ന ഒരു വലിയ ത്രികോണവും നിർമ്മിക്കുന്നു. ഇവിടെ ത്രികോണം OQRൽ നിന്നും BC/QR എത്രയായിരിക്കും എന്ന് കണ്ടെത്താം. അത് 1/2 ആയിരിക്കുമല്ലോ. ത്രികോണം OQP പരിഗണിച്ചുകൊണ്ട് അതിൽ നിന്നും AB/PQ എത്രയാണെന്ന് കണ്ടെത്താം. അതും 1/2 ആയിരിക്കുമല്ലോ. ത്രികോണം OPR പരിഗണിച്ച് AC/PR കണ്ടെത്താം. അതും 1/2 തന്നെ ആയിരിക്കുമല്ലോ. അഥവാ വലിയ ത്രികോണത്തിൻ്റെ വശങ്ങളെല്ലാം ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ 2 മടങ്ങാണെന്നർത്ഥം. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങളെല്ലാം 2 മടങ്ങാകുന്ന രീതിയിൽ മറ്റൊരു ത്രികോണം വരയ്ക്കാൻ നമുക്ക് ഈ രീതി പരിഗണിക്കാമെന്നർത്ഥം. ഇതുപോലെ ഒരു ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം ഒരു പ്രത്യേക തോതിൽ മാറുന്ന രീതിയിൽ നമുക്ക് മറ്റൊരു ചതുരം നിർമ്മിക്കണമെങ്കിലും ഈ രീതി അവലംബിക്കാം. സമചതുരത്തിനും ഇത് പറ്റും. എന്നാൽ സാമാന്തരികത്തിന് ഇത് പറ്റുമോ? ഇല്ലെന്നറിയാം. കാരണം സാമാന്തരികത്തിൻ്റെ 4 മൂലകളിലൂടെയും കടന്നു പോകുന്ന രീതിയിൽ ഒരു വൃത്തം വരയ്ക്കാൻ നമുക്ക് സാധ്യമല്ലല്ലോ. ചുരുക്കം പറഞ്ഞാൽ സമബഹുഭുജങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ഈ രീതി നമുക്ക് സ്വീകരിക്കാം എന്നർത്ഥം.